Hi students, today we are going to discuss the poem lesson 4 The Last Bargain. It is written by Rabindranath Tagore. As you know, Rabindranath Tagore is a great Indian poet who has won the first Nobel Prize for Literature in India in 1903. So, this poem, first of all, we can look what is the content of this poem. Soul of the poem. The poem foregrounds the most important message of the poet, of which he was a champion himself, freedom. The poem opens with a man seeking work but desire to keep his freedom. The poem foregrounds the most important message of the poet. So the poem is telling what the poem is passing the most important message of the poet, of which he was a champion himself for the freedom. So everyone like freedom. So all of you like everyone like to be free in this world. That is a common thing. We want freedom. We cannot but isolated or sit in a home. എന്താണ് എല്ലാവർക്കും എന്താണ് ഇഷ്ടം? സ്വാതന്ത്ര്യമാണ് ഇഷ്ടം അല്ലേ? എല്ലാവർക്കും ഫ്രീഡമാണ് ഇഷ്ടം. അതാണ് the poem opens with a man seeking work but desire to keep his freedom. എന്താണ് ഈ poem എന്താണ് ഒരാളുടെ എന്താണ് സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഒരു അഭിവാഞ്ച മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ പോയം പറയുന്നത്. വാക്കിംഗ് ഓൺ ദ സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാക്കിംഗ് ഓൺ ദ സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ട്? പേവ്ഡ് മീൻസ് സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ട് മീൻസ് കല്ലു പാകിയ മൈതാനം. അതിനെയാണ് സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വാക്കിംഗ് ഓൺ ടു ദ സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ട്. സോ വെൻ ഹി ഈസ് വാക്കിംഗ് ടു ദ സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ട്, സ്റ്റോൺ പേവ്ഡ് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇൻ ദ മോർണിംഗ് ഹി ഫസ്റ്റ് മീറ്റ് ദ കിങ്. അദ്ദേഹം ആദ്യം കാണുന്നത് ആരെയാണ്? He first meets the king. ഒരു രാജാവിനെയാണ് കാണുന്നത്. The king offered to buy the man's labor with his power. The king offered to buy. King എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ to buy the man's labor. Labor means എന്താണ്? അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താണ്? ലേബർ മീൻസ് ഒരാളുടെ ജോലി എന്നാണ്. വിത്ത് മാൻസ് ലേബർ വിത്ത് അല്ലെങ്കിൽ അധ്വാനം, അതിനെയാണ് ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനം എന്നാണ്. The king offered to buy the man's labor, ഒരു മനുഷ്യൻ്റെ അധ്വാനം with his power, അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് വാങ്ങിക്കുവാൻ ശ്രമിക്കുന്നു. The man however does not find much worth in the king's power and therefore refuse to be hired. The man however does not find much worth. ഈ മനുഷ്യൻ എന്താണ്? കിങ്ങിൻ്റെ അധികാരത്തിൽ വലിയ പ്രാധാന്യം, വലിയ മൂല്യമൊന്നും കാണാത്തത് കൊണ്ട് ദ കിങ് മച്ച് വർത്ത് ഇൻ കിങ്സ് പവർ ആൻഡ് ദെയർഫോർ റെഫ്യൂസ് ടു ബി ഹയർഡ്. അയാളുടെ കൂട്ടത്തിൽ പോകുവാൻ വിസമ്മതിച്ചു. ടുവാർഡ്സ് മിഡ് ഡേ എന്താണ്? ഒരു ദിവസത്തിൻ്റെ പകുതിയായപ്പോൾ ഹാവിംഗ് വോക്ക്ഡ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ സൺ, എന്താണ്? സൂര്യൻ്റെ ചൂടിൽ കൂടി നടക്കുമ്പോൾ, ചൂടേറ്റ് നടക്കുമ്പോൾ ദ മാൻ കെയിം അക്രോസ് ആൻ ഓൾഡ് മാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടുമുട്ടി. The old man carried a bag of money. വൃദ്ധനായ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു സഞ്ചി നിറയെ പണവുമായിട്ടായിരുന്നു വന്നത്. He was very wealthy. അദ്ദേഹം വളരെ ധനികനായിരുന്നു. He offered to buy the man's labor with his money. അദ്ദേഹത്തിൻ്റെ എന്താണ് ലേബർ, അദ്ദേഹത്തിൻ്റെ അധ്വാനം എന്താണ്? പണം കൊടുത്തു വാങ്ങുവാൻ എന്താണ് ഈ വൃദ്ധനായ മനുഷ്യൻ ശ്രമിക്കുന്നു. The man was not convinced to exchange his labor for money and moved on. എന്താണ്? തൻ്റെ അധ്വാനം എന്താണ്? പണത്തിന് എന്താണ് കൈമാറ്റം ചെയ്യുവാൻ, എക്സ്ചേഞ്ച് മീൻസ് കൈമാറ്റം ചെയ്യുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ വൃദ്ധനായ മനുഷ്യനിൽ നിന്ന് നടന്നു നീങ്ങി. ഇൻ ദ ഈവനിങ് ആസ് ഹി വാസ് ക്രോസിംഗ് ദ ഗാർഡൻ ഹെഡ്ജ് ദ മാൻ കെയിം അക്രോസ് എ ഫെയർ മെയ്ഡ്. ഷീ ഓഫേർഡ് ടു ഹയർ ദ മാൻ സർവീസ് വിത്ത് ഹെർ സ്മൈൽ. അദ്ദേഹം എന്താണ്? ഈവനിങ് എന്താണ്? സന്ധ്യയായപ്പോൾ എന്താണ്? ആസ് ഹി വാസ് ക്രോസിംഗ് ദ ഗാർഡൻ ഹെഡ്ജ്, അദ്ദേഹം ഗാർഡൻ ഹെഡ്ജിലൂടെ പൂന്തോട്ടത്തിൻ്റെ വക്കിലൂടെ നടന്നു പൊക്കോണ്ടിരുന്നപ്പോൾ ദ മാൻ കെയിം അക്രോസ് എ ഫെയർ മെയ്ഡ്, എന്താണ്? വളരെ എന്താണ് കാണുവാൻ സുന്ദരിയായ ഒരു മെയ്ഡ്, ഒരു കന്യകയും കൊണ്ട് എന്താണ് അവിടെ എത്തി. ഷീ ഓഫേർഡ് ടു ഹയർ ദ മാൻ സർവീസ് വിത്ത് ഹെർ സ്മൈൽ. അവളുടെ പുഞ്ചിരി കൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെ, അദ്ദേഹത്തിൻ്റെ സേവനത്തെ എന്ത് ചെയ്തു? ഹയർ ചെയ്യുവാൻ, എന്താണ് കടമെടുക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങുവാൻ ശ്രമിച്ചു. ദ മാൻ കുഡ് നോട്ട് ഫൈൻഡ് ദ ലേഡി സ്മൈൽ വർത്ത് ഐദർ. എന്താണ്? അദ്ദേഹം ആ പെൺകുട്ടിയുടെ ചിരിക്കും അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തില്ല. ദ ലേഡി സ്മൈൽ ബിക്കം പെയിൽ ആൻഡ് മെൽറ്റഡ് ഇൻ ടു ടീയേഴ്സ്. ദ ലേഡി സ്മൈൽ ബിക്കം പെയിൽ ആൻഡ് മെൽറ്റഡ് ഇൻ ടു ടീയേഴ്സ്. ആ സുന്ദരിയായ സ്ത്രീയുടെ ചിരി എന്താണ്? കണ്ണുനീരായി മാറി. ഷീ ഡിഡിൻ ഗെറ്റ് ദ മാൻസ് കമ്പനി ഐദർ.
എന്താണ് അവളുമായിട്ടുള്ള ചങ്ങാത്തം വീണ്ടും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഫൈനലി ദ മാൻ റീച്ച്ഡ് ദ സീഷോർ. അവസാനം എന്താണ്, ഒരു സീഷോറിലെത്തി അദ്ദേഹം. എന്താണ്, ഹി സോ എ ചൈൽഡ് പ്ലേയിങ് വിത്ത് ഷെൽസ്. എന്താണ്, കക്ക. ഷെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കക്ക. അവിടെ ഒരു കുട്ടി കക്കയുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ദ ചൈൽഡ് മെയ്ഡ് ആൻ ഓഫർ ടു. ചൈൽഡും എന്താണ്, ഒരു ഓഫർ മുമ്പോട്ട് വെച്ചു. ഈ ഓഫർ വാസ് യുണീക്ക്. എന്താണ്, അതിന്റെ ഓഫറിന് ഒരു പ്രത്യേകത, യുണീക്ക് മീൻസ് എന്താണ്, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹി ഓഫർ ടു ബൈ ദ മാൻ സർവീസ് വിത്ത് നത്തിങ്. The man was overwhelmed with this offer, for he was still a free man. എന്താണ്, ആ കുട്ടി മുമ്പോട്ട് വെച്ചത് എന്താണ്, ഒന്നുമില്ലായിരുന്നു. അല്ലാതെ തന്നെ, ഒന്നും കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ലേബർ വാങ്ങാം എന്ന് ശ്രമിച്ചു. Then the man overwhelmed with his offer, for he was still a free man. എന്താണ്, അദ്ദേഹം അതിന് സമ്മതിച്ചു. കാരണം എന്താണ്, അദ്ദേഹം എന്താണ്, ആ കുട്ടി ഒന്നും പകരം തരാതെയാണ് അദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം അതിന് സമ്മതിച്ചു. ബിക്കോസ് വാട്ട്, ഹി വാസ് എ ഫ്രീ മാൻ. എന്താണ്, അദ്ദേഹത്തിന് അപ്പോൾ എന്താണ്, ഒന്നും വാങ്ങാതെ ഒരു സേവനം ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾ അവിടെ സ്വതന്ത്രനായിരിക്കും. ഹി ക്വിക്ക്ലി അക്സെപ്റ്റഡ് ദ ഓഫർ ആൻഡ് ബാർഗെയിൻ വാസ് സ്ട്രക്ക്. Then let's go to the stanza wise explanation of this poem. Come and hire me, I cried while in the morning I was walking on the stone paved road, sword in the hand, the king in his chariot. What is the meaning of chariot? In Malayalam we will say Ratham. He held my hand and said, I will hire you with my power. But this power content for naught, and he went away in his chariot. Then explanation of this poem. The poem opened with a man crying in the morning to be hired someone. The poem opened with a man hiring in the morning to be hired by someone. എന്താണ് ഈ പോം തുടങ്ങുന്നത് തന്നെ എന്താണ്, ഒരു മനുഷ്യൻ രാവിലെ തന്നെ ആരെങ്കിലും വിളിക്കുവാൻ, ഹയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് കരയുന്നതാണ്. എന്താണ്, തുടക്കത്തിലെ തന്നെ ലൈനുകൾ. കം ആൻഡ് ഹയർ മീ, കം ആൻഡ് വരൂ, എന്നെ ഒന്ന് എടുത്തു. While he was walking a stone paved road looking for someone to hire his service, he came across the king who was coming in his chariot. എന്താണ്, രഥത്തിൽ വരുന്ന രാജാവിനെ അദ്ദേഹം പോയി എന്താ പറയുന്നത്, സമീപിച്ചു. The king immediately took the man's hand in his hand and offered to buy his service with his power. ഉടൻ തന്നെ എന്താണ്, രാജാവ് എന്താണ്, അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ വെച്ചിട്ട് എൻ്റെ അധികാരം ഉപയോഗിച്ച് നിന്നെ ഞാൻ ജോലിക്കെടുക്കുന്നു, അല്ലെങ്കിൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു. The man, however, did not find much worth in this offer. അതിൽ വലിയ മൂല്യം, അധികാരം ഉപയോഗിച്ച് തന്നെ വാങ്ങുന്നതിൽ അദ്ദേഹത്തിന് വലിയ മൂല്യമില്ല എന്ന് മനസ്സിലാക്കി. അത് എന്താണ്, അദ്ദേഹം രാജാവിനോട് അദ്ദേഹത്തിന്റെ എന്താണ് ഓഫർ നിരാകരിക്കുന്നു. He did not want to get suppressed under a mighty man power and therefore moved on. എന്താണ്, he did not want to get suppressed. എന്തുകൊണ്ടാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്? He did not want to get suppressed. Suppressed means അടിച്ചമർത്തുക. Under a mighty man's power. എന്താണ്, ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ എന്താണ് തൻ്റെ അധികാരം അധികാരം അടിയറവ് വെക്കേണ്ട എന്ന് അദ്ദേഹം തിരിച്ചു. And therefore moved on. പിന്നെ അദ്ദേഹം ചെയ്തു, മുമ്പോട്ട് നീങ്ങി. Then stanza 2. In the heat of the midday, the house stood with the shut doors. I wandered along with a crooked light. An old man came out of his bag of gold. He pondered and said, I will hire you with my money. He waved his coin one by one, but I turned away. So let's look at the explanation. The man kept walking. It is almost a midday and it was a quite hot day. അദ്ദേഹം തന്റെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കും. ഉച്ച സമയമായി. ഇറ്റ് വാസ് എ മിഡ് ഡേ. മിഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസത്തിന്റെ പകുതിക്കാണ് മിഡ് ഡേ എന്ന് പറയുന്നത്. മിഡ് ഡേ ആൻഡ് ഇറ്റ് വാസ് എ ക്വൈറ്റ് എ ഹോട്ട് ഡേ. അത് വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു. He only came across houses with a door that were shut. അദ്ദേഹം എന്താണ്, അടഞ്ഞു കിടക്കുന്ന വീടിന്റെ വാതിലുകളിലൂടെ മാത്രമായിരുന്നു അദ്ദേഹം മുട്ടി നോക്കിയത്. Wandering along the crooked lane, he soon came across an old man who was holding a bag full of gold. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ നിറയെ എന്തായിരുന്നു, സ്വർണമായിരുന്നു. The old man offered to pay the man with his gold in return of his service. The offer of wealth did not lure the man, so he turned away. എന്താണ് ഇത്, ആ ഓഫർ നിരസിച്ച് അദ്ദേഹം എന്താണ് അവിടെ നിന്ന് പോയി. Then it was evening. The garden hedge was all of a flower. The fair maid came out and said, I will hire you with a smile. Her smile paled and melted into tears, and she went back alone in the dark. Then explanation.
നൗ ദ ഈവനിങ് ഹാഡ് സെറ്റിംഗ്. എന്താണ് അദ്ദേഹം എന്താണ് അവസാനം എന്ത് ചെയ്തു? സന്ധ്യയാകാറായി. ദ യെറ്റ് മാൻ വാസ് അണേബിൾ ടു ഫൈൻഡ് എ പേഴ്സൺ ഹു ഓഫർ വുഡ് അട്രാക്ട് ഹിം. ഒരു ആൾക്കാരുടെയും എന്താണ് ഓഫറുകൾ അദ്ദേഹത്തിനെ ആകർഷിച്ചില്ല. ഹി കെയിം അക്രോസ് എ ഗാർഡൻ ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എന്താണ് ഒരു പൂന്തോട്ടത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. ഹി കെയിം അക്രോസ് എ ബ്യൂട്ടിഫുൾ മെയ്ഡ് സ്റ്റാൻഡിങ് ദെയർ. അവിടെ ഒരു കന്യകയുടെ അടുത്ത്, അതൊരു പെൺകുട്ടിയായ ഒരു കന്യകയുടെ അടുത്ത് അവൾ എത്തിച്ചേർന്നു. ദ ലേഡി ഓഫേർഡ് ടു ഹയർ ദ മാൻ വിത്ത് ഹെർ സ്മൈൽ. എന്താണ് ഒരു പുഞ്ചിരി കൊണ്ട് അദ്ദേഹത്തെ നേടിയെടുക്കുവാൻ അവൾ ശ്രമിച്ചു. ദ മാൻ റിയലൈസ്ഡ് ദാറ്റ് ഹർ ബ്യൂട്ടി ഓർ സ്മൈൽ വാസ് ഓൾസോ നോട്ട് ഫോർ എവർ. എന്താണ് അദ്ദേഹം മനസ്സിലാക്കി, ഇവളുടെ സൗന്ദര്യമോ പുഞ്ചിരിയോ എന്താണ് എന്നെന്നും നിലനിൽക്കുന്ന ഒന്നല്ല. ഹർ സ്മൈൽ ഫേഡഡ് വേ ആൻഡ് ടീയേഴ്സ് റീപ്ലേസ്ഡ് ഇറ്റ്. ദ മാൻ മൂവ്ഡ് ഓൺ ലീവിംഗ് ദ ലേഡി ഓൾ ബൈ ഹെർസെൽഫ്. ഹർ സ്മൈൽ ഫേഡഡ്, അവളുടെ ചിരി മങ്ങി. ആൻഡ് ടീയേഴ്സ് റീപ്ലേസ്ഡ്, പകരം അവിടെ എന്താണ് കണ്ണുനീരായി. ദ മാൻ മൂവ്ഡ് ഓൺ ലീവിംഗ് ദ ലേഡി ഓൾ ബൈ ഹെർസെൽഫ്. എന്താണ് അവളെയും വിട്ടിട്ട്, അവളുടെ ഓഫർ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം പോയി. The sun glistered on the sand and the sea. Waves broke wildly. A child sat playing with shells. He realized his heads and seemed to know me and said, I hire you with nothing. From henceforward the bargain struck in. Child play made in a free man. Explanation. Then finally the man reached the seashore. The sun was almost setting down. It shone brightly on the sand. He saw a child playing with shells. The child എന്താണ് ഫൈനലി ദ മാൻ റീച്ച്ഡ് ദ സീഷോർ. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കടലിൻ്റെ തീരത്തെത്തി. ദ സൺ വാസ് ഓൾമോസ്റ്റ് സെറ്റിംഗ് ഡൗൺ. സൂര്യൻ എന്താണ് പതുക്കെ ഇങ്ങനെ താന്നുകൊണ്ടേയിരുന്നു. ഇറ്റ് ഇസ് ഷോൺ ബ്രൈറ്റ്ലി ഓൺ ദ സാൻഡ്. എന്താണ് ആ സൂര്യരശ്മികൾ പതുക്കെ എന്ത് ചെയ്തു? കടൽ തീരത്തെ മൺതരികളിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടേയിരുന്നു. ഹി സോ എ ചൈൽഡ് പ്ലേയിങ് വിത്ത് ഷെൽസ്. അദ്ദേഹം എന്ത് കണ്ടു? ഒരു കുട്ടി എന്താണ് ഷെൽ ഉപയോഗിച്ച് കക്ക ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നത് അദ്ദേഹം കണ്ടു. ചൈൽഡ് ഓഫേർഡ് ടു ഹയർ ദ സർവീസ് ഓഫ് ഇറ്റ് സീംഡ് ആസ് ഹി ചൈൽഡ് അണ്ടർസ്റ്റുഡ് ദ മാൻ. എന്താണ് ഇറ്റ് സീംഡ്? അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണ്? ഇയാളെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എന്ന രീതിയിലായിരുന്നു ആ കുട്ടി പുഞ്ചിരിച്ചത്. ദ ചൈൽഡ് ഓഫേർഡ് ടു ഹയർ ദ സർവീസ് ഓഫ് ദ മാൻ but did not pay anything in return. The child offered to hire the service of the man but did not pay anything in return. അദ്ദേഹത്തിൻ്റെ സേവനം ആ കുട്ടിക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് എന്താണ് തിരിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കയ്യിലൊന്നുമില്ലായിരുന്നു, ആ പുഞ്ചിരി ഒഴിച്ച്. That was the bargain that perhaps the man was looking for. എന്താണ് ആ ഒരു ബാർഗെയിൻ? ആക്ച്വലി ബാർഗെയിൻ്റെ മീനിങ് എന്താണ് ശരിക്കും? ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ വില പേശുക. നമുക്ക് എന്തെങ്കിലും സാധനം കുറച്ച് വേണമെങ്കിൽ അതിന് വില കുറച്ച് പറയുന്നതിനെയാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതിന് ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ വില പേശുക. ദാറ്റ് വാസ് ദ ബാർഗെയിൻ. ഇവിടെ അർത്ഥമല്ല, പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു വിലയായിരുന്നു. ദാറ്റ് പെർഹാപ്സ് ദ മാൻ വാസ് ലുക്കിംഗ് ഫോർ. ദെയർ വെയർ നോ ഡിമാൻഡ്സ്, നോ കണ്ടീഷൻ, നോ പേയ്മെൻറ്റ്സ് ഓർ റീപേയ്മെൻറ്റ്. എന്തായിരുന്നു ആ മനുഷ്യൻ ഉദ്ദേശിച്ചത്? ദെയർ വാസ് നോ ഡിമാൻഡ്സ്, ഒരു ഡിമാൻഡുകളുമില്ല. നോ കണ്ടീഷൻ, ഒരു വ്യവസ്ഥകളുമില്ല. നോ പേയ്മെൻറ്റ്സ്, ഒരു കൊടുക്കലുമില്ല ഒരു വാങ്ങലുമില്ല. നോ പേയ്മെൻറ്റ്സ് ഓർ റീപേയ്മെൻറ്റ്സ്, കൊടുക്കലുമില്ല വാങ്ങലുമില്ല. ഇൻ പ്ലേയിങ് വിത്ത് the child he continued to hold on to his freedom. He was a free man still. In playing with the child he continued to hold on to his freedom. ആ കുട്ടിയുമായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. ഹി വാസ് എ ഫ്രീ മാൻ സ്റ്റിൽ. അദ്ദേഹം ഇപ്പോഴും ഒരു സ്വതന്ത്രനായ മനുഷ്യനാണ്. അല്ലേ? നമ്മൾ ശരിക്കും ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവരോട് ഒരു കടപ്പാടുണ്ടായിരിക്കും. ആ കടപ്പാട് എന്തിനെ ബാധിക്കും? നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അതാണ് ഒന്നും വാങ്ങാതെ പരസ്പരം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എന്താവും? നമ്മൾ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ്. ആരിൽ നിന്നും പ്രതിഫലം പറ്റാതെ നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും എന്നാണ് ഈ കവിതയിലൂടെ രവീന്ദ്രനാഥ ടാഗോർ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. Okay students, hope you have understood the lessons. Thanks for watching.